ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ അലോവേര ജെൽ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ല ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം, ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിലൊരു കറ ഉണ്ട്, അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഒരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പോയി കിട്ടും. ഇപ്പം ഞാനൊരു 4-5 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അതിൽ നിന്നുള്ള ആ കറയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജെല്ലൊന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അലോവേരയൊക്കെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡിൽ ഒരു മുള്ളുണ്ടാവും, അത് 2 സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ. എന്നിട്ട് ഞാനിത് ചെയ്യുന്നത് ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ പീസുകളാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്യാതെ നമുക്ക് ജെല്ലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. എങ്ങനെ എടുത്താലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ജെല്ല് റിമൂവ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നാറുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ജെല്ലെടുക്കുമ്പോഴാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊട്ടും മിസ്സാവാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് മൂത്ത ഇത് നോക്കിയിട്ട്, ലീഫ് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ നല്ല ജെല്ല് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. നല്ല കറക്റ്റായിട്ട് നമുക്കത് എടുക്കാനും കിട്ടും. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ നല്ല ജെല്ലുള്ള ടൈപ്പ് നോക്കിയിട്ട് കുറച്ച് മൂത്ത ഒരു ലീഫ് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിതെല്ലാം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിന്ന് ഈ ഒരു ജെല്ല് എടുക്കുന്നത് ഈ ഒരു വിധത്തിലാണ് കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒന്നിങ്ങനെ ആ ഒരു തൊലിയൊന്ന് കളഞ്ഞു കൊടുക്കാം. ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ ആ തൊലി റിമൂവ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഈ ജെല്ല് ഇതൊന്ന് അടർത്തിയെടുക്കാം. പക്ഷേ കത്തി ഉപയോഗിച്ചെടുക്കുമ്പോൾ കുറച്ച് പച്ച കളറൊക്കെ അതുമ്മലുണ്ടാവും. അത് വീണ്ടും നമ്മൾ കളയാൻ നിൽക്കണം. പിന്നെ നമുക്ക് വേറൊരു മെത്തേഡാണ്. ഇതുപോലെ ഈ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് ചുരണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കത്തി ഉപയോഗിച്ചെടുക്കുന്നതിലും സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനധികം ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ ചിലർക്ക് കത്തി ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്ങനെയായാലും നമുക്ക് ആ ഒരു ജെല്ല് അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ജെല്ല് എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ സിമ്പിൾ. ഇനിയിപ്പോൾ കട്ട് ചെയ്യാതെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ജെല്ലൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ശരിക്ക് വെള്ളം പോലെ തന്നെ ആയിരിക്കും കേട്ടോ, നല്ല ലൂസായിരിക്കും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. പ്യുവറായിട്ടുള്ള ജെല്ല് ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ ഈ ഒരു നമുക്ക് ഈ കിട്ടുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ശരിക്കുള്ള ഇതിൻ്റെ ഈ ഒരു വാട്ടർ, അത് നമ്മൾ ഡയറക്റ്റ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊന്നും ചേർക്കാതെ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതൊരു കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, 2-3 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. അതിലും കൂടുതൽ ദിവസം നമ്മളിത് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ഇത് കേട് കൂടാതിരിക്കും. അതല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. പിന്നെ നമ്മളിത് പുറത്ത് സൂക്ഷിക്കേണ്ട, ഫ്രിഡ്ജിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പുറത്താണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ ചേർത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെ ഡയറക്റ്റ് യൂസ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ജെല്ലാക്കി എടുക്കാനുള്ള ഒരു മെത്തേഡാണ് ഇനി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിലും ബെറ്റർ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഡയറക്റ്റ് ഇതുപോലെ ജ്യൂസി ആയിട്ട് നാച്ചുറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ജെല്ല് പോലെ
ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് ജലാറ്റിനാണ്. ഈ ജലാറ്റിന് പകരം ചൈന ഗ്രാസ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ജലാറ്റിൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് കൂടി പോവരുത്. ഈ ഒരു 4 കറ്റാർവാഴ കൊണ്ടുള്ള ജെല്ലിലേക്ക് ഈ 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ജലാറ്റിനൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം ഇത് കേടാവാതെ ഇരിക്കും ചെയ്യും. ആ ഒരു ജെല്ലി ഫോമിൽ അതിരിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ജെല്ലി ഫോമിൽ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ അലോവേരയുടെ ജെല്ല് ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മളൊരു ഡബിൾ ബോയിലിങ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് സ്റ്റൗവിൽ വെച്ചിട്ട്. അതിലോട്ട് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ആ ജെല്ല് മിക്സ് ചെയ്ത ആ ഒരിത് അത് ഇനി ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് വാമാകുന്നത് വരെ ഈ ഒരു ഇതിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കിതൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വാമായി കിട്ടിയാൽ മതി. ഇതൊരു തിളക്കുന്നൊരു പരുവത്തിലാവുന്ന സമയത്ത് ഇതിന്നൊരു കുമിളകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ തുടങ്ങും. ആ സമയത്ത് നന്നായിട്ട് വാമായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. നമ്മളൊരു കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചൂടായി കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇനി നമ്മളിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്കിതിലോട്ട് ക്യാപ്സൂൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂൾ 2 എണ്ണമാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാനിപ്പോൾ 4 ലീഫ് വെച്ചിട്ടാണ് ഈ ഒരു ഇതുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ, ജെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ഈ ഒരു ക്യാപ്സൂൾ എടുക്കാറുള്ളത്. 2 ലീഫിലേക്ക് 1 ക്യാപ്സൂൾ എന്നുള്ള ആ ഒരു ലെവലിലാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിത് സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം കേടാവാതിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് പുറത്ത് സൂക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. പുറത്ത് സൂക്ഷിക്കുമ്പോൾ ആ ഒരു ജെല്ലി ഫോമിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. പുറത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെയും നമുക്കിതുപോലെ വെള്ളമായിട്ട് മാറും. അപ്പോൾ ഒരു ജെല്ലായിട്ട് കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഇതിപ്പോൾ തണുത്തതിന് ശേഷം ക്യാപ്സൂളൊക്കെ ചേർത്തിട്ട് ഞാൻ നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടപ്പൊക്കെ ഉള്ളൊരു ബോട്ടിലിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന വേണ്ടില്ല. ഇപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊരു 4 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ നല്ല ജെല്ലിയായി വന്നിട്ടുണ്ട്. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ സാധാരണ നമ്മൾ താഴത്താണ് വെക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ജെല്ലിയായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ എടുത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ മുഖത്തൊന്നും കൊണ്ടുപോയിട്ട് ചെയ്യാതെ, അത് നമ്മൾ എന്ത് സാധനം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം ഇതുപോലെ കയ്യിൽ എവിടെയെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. അതിപ്പോൾ ഏതായാലും അലോവേര ഒരുവിധം എല്ലാവർക്കും നല്ലത് തന്നെയാണ്. പക്ഷേ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ചിലർക്കൊക്കെ ചെറിയ പ്രശ്നം വരാറുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു യെല്ലോ കളറുള്ള കറ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം കയ്യിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക, അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്